എന്തുകൊണ്ടാണ് സർജറി കഴിഞ്ഞ് സ്യൂച്ചേഴ്സ് റിമൂവ് ചെയ്തിട്ടും സർജറി ചെയ്ത ഭാഗത്തെ സ്കിന്നിന് ഡിസ്കളറേഷൻ വരുന്നത്? ഇത് എന്റെ പേഷ്യന്റ് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് 20 ദിവസം മുന്നേ ടോറൽ നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ നീ ഏരിയ ആണ്. ഇവിടെ സ്കിന്നിന്റെ മുകളിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ സ്കിന്നിന്റെ മുകളിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള കാരണം സർജറിക്ക് ശേഷമുള്ള ഇൻഫ്ലമേഷനെ കൊണ്ടും ബ്രൂസിംഗ് ഹീലാകുമ്പോഴും പിന്നെ സർജറി കഴിഞ്ഞ ഏരിയയിലേക്കുള്ള താൽക്കാലികമായിട്ടുള്ള രക്തയോട്ടത്തിന്റെ മാറ്റവും കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് കണ്ടിട്ട് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഹീലിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ തന്നെ സ്കിന്നിന്റെ ഡിസ്കളറേഷനും പനിയും പിന്നെ അമിതമായിട്ടുള്ള ശരീരം വേദനയും അതുപോലെ പസ് ഫോർമേഷനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ സർജനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇത് ചിലപ്പോൾ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളായേക്കാം. പിന്നെ ഇതൊന്നും ഇല്ലാത്ത പക്ഷമാണെങ്കിൽ സ്കിന്നിന്റെ ഡിസ്കളറേഷൻ ബൈ ദ ടൈം നോർമൽ സ്കിൻ ടോണിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.